അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ. ഇന്ന് ധനുമാസം 8-ാം തീയതി. 3 ദിവസം കൂടി കഴിയുമ്പോൾ 41 എന്ന് പറയുന്ന മഹത്തരമായ മണ്ഡല വ്രത സമാപന ദിവസത്തിലേക്ക് നാം എത്തിച്ചേരുകയാണ്. അയ്യപ്പ ഗീത എന്ന പുകഴ്പെറ്റ ഗ്രന്ഥം, ആ ഗ്രന്ഥമാണ് നിങ്ങളുടെ മുമ്പിൽ വെളിവായിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത മനസ്സിലാക്കുക ദയവായി. സാക്ഷാൽ അയ്യപ്പസ്വാമി ശബരി മാതാവിന് കൊടുക്കുന്ന ജ്ഞാനോപദേശമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം. ഇന്ന് അതിൻ്റെ 5-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതേപോലെ 18 അധ്യായങ്ങളിൽ 4 അധ്യായങ്ങൾ ഇതിനു മുൻപ് നമ്മൾ വെളിവാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് എൻ്റെ സ്വാമിമാരുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് 5-ാമത് അധ്യായം. അതിൻ്റെ പേര് ജ്ഞാന വിജ്ഞാന യോഗം എന്നാണ്. 20 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ജ്ഞാനവിജ്ഞാന യോഗം എന്ന 5-ാമത് അധ്യായം 20 ശ്ലോകങ്ങളിലൂടെ വെളിവാകുന്ന ആശയം ഏറെ ശ്രദ്ധേയമാണ്. ഭിന്ന സ്വരൂപത്തോടും ഭിന്നധർമ്മത്തോടും കൂടിയ വസ്തുക്കളിൽ നിലീനമായ ചൈതന്യത്തിൻ്റെ ഏകത്വത്തെ സ്വോദാഹരണം സമർത്ഥിക്കുന്നു. പശുക്കൾ പല നിറമുള്ളവയാണ്, നമുക്കറിയാം. വെളുത്തതുണ്ട്, കറുത്തതുണ്ട്, ചുവന്നതുണ്ട്, പല വർണ്ണങ്ങൾ, പാൽവർണ്ണം കൂടിയതുണ്ട്, പല നിറങ്ങൾ കൂടി കലർന്നുണ്ട്. പക്ഷേ അവയുടെ പാലിൻ്റെ നിറത്തിന് യാതൊരു വ്യത്യാസവുമല്ല, വെളുപ്പ് തന്നെ. പദാർത്ഥങ്ങൾ വിജാതീയങ്ങളും വിരുദ്ധ ധർമ്മങ്ങളുമായാൽ, അങ്ങനെയാണെങ്കിൽ പോലും അവയുടെ ധർമ്മമെല്ലാം ഒന്നു തന്നെയാണെന്ന് ജിജ്ഞാസുക്കളായ സാധാരണക്കാരെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ യോഗം. പരമാത്മ ചൈതന്യത്തിൽ ശാസ്ത്രവ്യവഹാരത്താൽ ആരോപിക്കപ്പെടുന്ന സപ്തവിധ ഭേദങ്ങൾ പോലും കേവലം വ്യാവഹാരികമാണെന്ന് തെളിവ് സഹിതം ഇതിൽ സമർത്ഥിച്ചിരിക്കുകയാണ്. ജ്ഞാനം 2 വിധമുണ്ട്, അത് പ്രത്യേകം മനസ്സിലാക്കണം. ലോക പദാർത്ഥങ്ങളുടെ അറിവിനെ ലൗകിക ജ്ഞാനമെന്നും തത്വങ്ങളുടെ അറിവിനെ വൈദിക ജ്ഞാനമെന്നും പറയുന്നു. 2 രൂപത്തിലുള്ള ജ്ഞാനത്തിനും പരോക്ഷ അപരോക്ഷ ഭാവങ്ങളുണ്ട്. പക്ഷേ ലൗകിക ജ്ഞാന വിഷയത്തിൽ പരോക്ഷമെന്നും പ്രത്യക്ഷമെന്നുമേ പറയാറുള്ളൂ. ലോകപദാർത്ഥങ്ങൾ നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടേണ്ടവ ആകയാൽ പ്രത്യക്ഷമെന്നും, വൈദികത്വം ഇന്ദ്രിയാതീതമാകയാൽ അപരോക്ഷമെന്നും പറയാറുള്ളൂ. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുക, മൂക്കുകൊണ്ട് അനുഭവിച്ചറിയുക. വളരെ വ്യക്തമായിട്ടും പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവവേദ്യമാകുന്നതിനെയാണ് പ്രത്യക്ഷം എന്നുദ്ദേശിക്കുന്നത്.
അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നോക്കാൻ. അനുഭവമില്ലാത്ത അറിവിനെയാണ് പരോക്ഷജ്ഞാനം എന്ന് പറയുന്നത്. അനുഭവ സ്വരൂപമായതിനെ അപരോക്ഷമെന്നും പറയുന്നു. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ. ആനന്ദമാണ് ബ്രഹ്മാവായിട്ട് നമുക്ക് ബോധ്യപ്പെടുക. പക്ഷേ ഈ വാക്യശ്രവണം കൊണ്ട് ബ്രഹ്മം സത്യവും ഭൂത വർത്തമാന ഭാവി കാലങ്ങൾ, അതായത് ത്രിവിധ കാലങ്ങൾ നാശമില്ലാത്തതും ജ്ഞാനസ്വരൂപവും അവസാനമില്ലാത്തതുമാണെന്ന ബോധവും ഉദിക്കുന്നുണ്ടെങ്കിൽ കൂടി അനുഭവവേദ്യം ആകുന്നില്ല. വേദവാക്യങ്ങളെ കൊണ്ട് ബോധിച്ചതായ പരോക്ഷജ്ഞാനം മുഴുവൻ അനുഭവസ്വരൂപമായി തീരുന്നത് മഹാവാക്യത്തിലൂടെയാണ്. മഹാവാക്യങ്ങൾ 4 എണ്ണമാണ് ഉള്ളത്. അതിനെ വ്യക്തമായിട്ട് നമുക്കൊന്നറിയണം. വേദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപനിഷത്തുകളിൽ ഉള്ളതാണ് ഈ മഹാവാക്യങ്ങൾ. ഓരോ മഹാവാക്യവും ഏത് വേദവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും ആ വേദത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപനിഷത്ത് ഏതാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. മഹാവാക്യങ്ങൾ 4 എണ്ണമാണ് ഉള്ളത്. അത് 4ഉം ഏതെല്ലാം എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഒന്നാമത്തേത് തന്നെ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാണ്. രണ്ടാമത്തേത് അയം ആത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ്, അതുകൊണ്ട് തന്നെ ബ്രഹ്മമാണ്. മൂന്നാമത്തേത് പ്രജ്ഞാനം ബ്രഹ്മ. എന്താ പ്രജ്ഞാനം? അറിവാണ് പ്രജ്ഞാനം. ആ അറിവെന്ന് പറയുന്നതാണ് ബ്രഹ്മം. നാലാമത്തേത് തത്വമസി. തത് ത്വം അസി, അത് നീ തന്നെ. വേദങ്ങൾ 4ആയി പകുത്തത് കൃഷ്ണദ്വൈപായനൻ അഥവാ വേദവ്യാസൻ. ഋഗ്വേദം ദശോപനിഷത്തുക്കളിൽ നിന്നൊന്നായ ഐതരേയോപനിഷത്തുമായി ബന്ധപ്പെട്ടതാണ്. ഋഗ്വേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഹാകാവ്യമായ ഐതരേയോപനിഷത്തിലുള്ളതാണ് പ്രജ്ഞാനം ബ്രഹ്മ. രണ്ടാമത്തേത് യജുർവേദമാണ്. യജുർവേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദശോപനിഷത്തുക്കളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന ബൃഹദാരണ്യകോപനിഷത്ത് ആണ്. അതിൽ ആയിട്ട് ബന്ധപ്പെട്ടത് അഹം ബ്രഹ്മാസ്മിം, ഞാൻ ബ്രഹ്മം തന്നെയാണ്. സാമവേദം ചാന്ദോഗ്യോപനിഷത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ വന്നിട്ടുള്ള മഹാവാക്യമാണ് തത്വമസി, നീ അതാകുന്നു. നാലാമത്തേത് അഥർവവേദം. അഥർവവേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപനിഷത്ത് മുണ്ടകോപനിഷത്താണ്. അതിലെ വാക്യം അയം ആത്മാ ബ്രഹ്മ, ഞാൻ ആത്മാവാണ്, അതുകൊണ്ട് തന്നെ ബ്രഹ്മമാണ്. അപഗ്രഥിച്ചാൽ മേൽ 4 വാക്യങ്ങളിലൂടെ ബ്രഹ്മം നിന്നിൽ നിന്നും വേറെയോ നീ ബ്രഹ്മത്തിൽ നിന്നും വേറെയോ അല്ല, നീയും ബ്രഹ്മവും രണ്ടല്ല ഒന്ന് തന്നെ എന്ന സനാതന സത്യമാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരിക. നീയും ബ്രഹ്മവും രണ്ടെന്ന തോന്നൽ തന്നെ നിന്റെ അജ്ഞാനം. ബ്രഹ്മജ്ഞാനത്തിന് മറയായിട്ടിരിക്കുന്നത് ഈ അജ്ഞാനമാണ്. ബ്രഹ്മവും നീയും രണ്ടെന്ന തോന്നൽ നീക്കൂ. രണ്ടെന്നുള്ള ബോധ്യം കൊണ്ട് ജ്ഞാനമാകുന്ന മറ നീക്കിയപ്പോൾ ബ്രഹ്മവും ഞാനും ഒന്നെന്ന ശാശ്വത സത്യം ബോധ്യപ്പെടും. പരോക്ഷമായിരുന്ന ബ്രഹ്മജ്ഞാനം അപരോക്ഷമായി ഭവിച്ചു. പ്രജ്ഞാനം അഥവാ അറിവ് പൂർണ്ണബോധ്യം വന്നു വീണ്ടും വീണ്ടും മനനം ചെയ്ത് ഉറപ്പിക്കുന്നു. പ്രജ്ഞാനം ബ്രഹ്മം. ഉത്തമ ബോധ്യം വന്നതോടെ പ്രജ്ഞാനം ബ്രഹ്മ, ഉത്തമ ബോധ്യം വന്നതോടെ ഉപാസനാവാക്യത്തിലേക്ക് പ്രവേശിച്ചു. അയം ആത്മാ ബ്രഹ്മ, ഞാൻ ആത്മാവാണ്, അതുകൊണ്ട് തന്നെ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിലൂടെ ഗമനം തുടർന്നു. അനുഭൂതിവാക്യത്തിലേക്ക് പ്രവേശിച്ചു. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. പ്രസിദ്ധങ്ങളായ മേൽ 4 വാക്യങ്ങളും അപരോക്ഷജ്ഞാന സ്വരൂപങ്ങളാണ്. ലൗകിക ജ്ഞാനത്തിൽ അനുമാനങ്ങൾ പരോക്ഷജ്ഞാനങ്ങളാണ്. എപ്രകാരം എന്ന് വിശദമായി മനസ്സിലാക്കണം. കാശിയിൽ ബ്രഹ്മദത്തനുണ്ടായിരിക്കുമെന്ന് തൻ്റെ ഗ്രഹത്തിലിരുന്ന് അനുമാനം ചെയ്യുന്നയാൾ ബ്രഹ്മദത്തൻ്റെ പരോക്ഷജ്ഞാനത്തെയാണ് അനുഭവിക്കുന്നത്. കാശിയിൽ പോയി ബ്രഹ്മദത്തനെ കാണുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പരോക്ഷജ്ഞാനം അപരോക്ഷജ്ഞാനമായി തീരുന്നു. ലൗകിക ജ്ഞാനത്തിൽ പരോക്ഷജ്ഞാനത്തിൻ്റെ വിപരീതം പ്രത്യക്ഷമെന്ന് വേണം പറയാൻ. കാശിയിൽ വന്ന് അപരോക്ഷജ്ഞാനമാണ് അനുഭവിച്ചതെന്ന് പറഞ്ഞാലല്ല,
പ്രത്യക്ഷമാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. ലോകവസ്തുക്കൾ ഏതായാലും അത് ഇന്ദ്രിയഗ്രാഹ്യങ്ങളാണ്. കണ്ണുകൊണ്ട് കാണാം, ചെവി കൊണ്ട് കേൾക്കാം, നാക്കുകൊണ്ട് സ്പർശിക്കാം, അങ്ങനെ ഓരോന്നും, അതായത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗ്രാഹ്യങ്ങളാണ്. ബ്രഹ്മദത്തനെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാം, കൈകൾ കൊണ്ട് സ്പർശിക്കാം. ഇക്കാരണങ്ങളാൽ അപരോക്ഷമല്ല, പ്രത്യുത പ്രത്യക്ഷജ്ഞാനമാണ് നമുക്ക് അനുഭവവേദ്യമായത്. ജ്ഞാനത്തെ ദൃഢം എന്നും അദൃഢമെന്നും രണ്ടായി തിരിക്കാം. ബ്രഹ്മസാക്ഷാത്കാരമുണ്ടായി ബ്രഹ്മൈക്യ അനുഭൂതിയെ അനുഭവിച്ച് ജീവൻ മുക്തനായി കഴിഞ്ഞാലും പ്രാരാബ്ധ വിശേഷം കൊണ്ട് പലപ്പോഴും സംസാരത്തിൻ്റെ ഓർമ്മയും വ്യവഹാരത്തിൻ്റെ അനുഭവവും ഉണ്ടായേക്കാം. ഇക്കാരണത്താൽ ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മവിസ്മൃതിയും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അപരോക്ഷ ബ്രഹ്മജ്ഞാനമുണ്ടെങ്കിലും ഈ സംസാര സ്മരണ കൊണ്ട് പലപ്പോഴും ബ്രഹ്മജ്ഞാനത്തിന് മുറിവ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്ഞാനത്തെയാണ് അദൃഢമെന്ന് പറയുന്നത്. ഒരിക്കലും മുറിവില്ലാത്ത, സംസാരത്തിൻ്റെ ഓർമ്മ പോലുമില്ലാത്ത ശരീരവിസ്മൃതിയോടുകൂടി ബ്രഹ്മകാര്യവൃത്തിക്ക് ഭംഗം വരാതിരിക്കുന്നത് ദൃഢജ്ഞാനവും ആണ്. ക്ഷണാർത്ഥം അഭിനസ്തേയം വൃത്തിം ബ്രഹ്മമയം വിന എന്നും മറ്റും ഉപനിഷത്തുക്കളിൽ പറഞ്ഞിട്ടുള്ളതും ഈ ദൃഢജ്ഞാനത്തെ പുരസ്കരിച്ചാണ്. 1000-ലേറെ ഉപനിഷത്തുക്കളെ കുറിച്ച് അറിയുമ്പോൾ ഏറെ പ്രധാനമായിട്ടുള്ളത് 108 അഷ്ടോത്തരശത ഉപനിഷത്തുക്കൾ, ഏറെ പ്രധാനമായിട്ടുള്ളത് ദശോപനിഷത്തുക്കളുമാണ്. ഈ ദശോപനിഷത്തുക്കളെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് പേര് മാത്രം പറയുന്നു. ഒന്നാമത്തേത് ഈശാവാസ്യോപനിഷത്ത്, കേനോപനിഷത്ത്, കഠോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, തൈത്തിരിയോപനിഷത്ത്, ഐതരേയോപനിഷത്ത്, ഛാന്ദാഗ്യോപനിഷത്ത്, ബ്രഹ്മധാരണ്യാകോപനിഷത്ത്. പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രം, ഉപനിഷത്ത്, ഭഗവത്ഗീത. ഈ 3 ഗ്രന്ഥങ്ങൾക്കും ഭാഷ്യം എഴുതിയിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, പലരും എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷ്യം രചിക്കപ്പെട്ടിരിക്കുന്നത് ജഗദ്ഗുരു ശങ്കരാചാര്യർ തന്നെ. ജ്ഞാനവിജ്ഞാന സമ്പന്നനായാലും സംസാര നിവൃത്തിക്ക് അത്യന്താപേക്ഷിതമായ വൈരാഗ്യമില്ലെങ്കിൽ അബദ്ധ്യാചരണം കൊണ്ട് വീര്യവത്തായ ഔഷധവും നിർവീര്യമാകുന്നത് പോലെ ജ്ഞാനമെല്ലാം നിഷ്ഫലമായി തീരുമെന്നതിനാൽ വിരകയോഗം എന്ന 6-ാം അധ്യായം വൈരാഗ്യമാർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കനകവും കാമിനിയുമായ 2 പദാർത്ഥങ്ങളെ ത്യജിച്ചല്ലാതെ മറ്റെന്ത് ത്യജിച്ചാലും വൈരാഗ്യം സിദ്ധിക്കുന്നതല്ലെന്ന് ഇതിൽ ദൃഢമായി പ്രഖ്യാപിക്കുന്നു. ശബരിമല യാത്രയിലെ അനുഷ്ഠാനങ്ങളിൽ ലളിത ജീവിതത്തിനും ബ്രഹ്മചര്യാനുഷ്ഠാനത്തിനും നൽകിയ മുൻഗണന എത്ര ഭംഗിയായാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഇതേവരെ പ്രതിപാദിച്ച ലക്ഷ്യത്തിലേക്കുള്ള മുഖ്യ മാർഗങ്ങളെ പറ്റിയാണ് ഇനി അടുത്ത അധ്യായങ്ങളിൽ വിചിന്തനം ചെയ്യുന്നത്. യഥാക്രമം 7ഉം 8ഉം അധ്യായങ്ങളായ വിചാരയോഗവും നിർമ്മമയോഗവും സാധകൻ്റെ മാനസിക വ്യാപാരങ്ങളെ വിശകലനം ചെയ്ത് നിയന്ത്രിക്കുന്നതിനുള്ള മാർഗം നിർദ്ദേശിക്കുന്നു. അതിനെ തുടർന്ന് ജീവിതാചാരശുദ്ധിയും മന്ത്രശുദ്ധിയും കൈവരുത്തുന്നതിനുള്ള മന്ത്രയോഗം 9ാമത് അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. ദശലക്ഷണ സ്വരൂപമായ ലക്ഷണങ്ങൾ ധൈര്യം, ദമം, ക്ഷമ, ആസ്തേയം, ശൗചം, നിഗ്രഹം, ലജ്ജ, വിദ്യ, സത്യം, അക്രോധം. തൻ്റെ സ്വരൂപസ്ഥിതിക്ക് ഭംഗം വരാതെ സ്വഭാവത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് ധൈര്യം. പ്രതിബന്ധങ്ങൾ ഒന്നിനെയും നേരിടാൻ കഴിയാതെ ഭീരുത്വം കടന്നു വരുന്നതാണ് ധൈര്യമില്ലായ്മയുടെ അധൈര്യ ലക്ഷണം. ഇന്ദ്രിയങ്ങൾ എപ്പോഴും രൂപാദി വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഇത് അവയുടെ സ്വഭാവമാണ്. അവയെ നിയന്ത്രിച്ച് സ്വാധീനമാക്കലാണ് ദമം. ദമസ്വാധീനം കൊണ്ട് ഇന്ദ്രിയങ്ങളും മനസ്സും സ്വാധീനങ്ങളായി മാറ്റാൻ കഴിഞ്ഞാൽ ആത്മദർശനം സാധ്യമാണ്. ക്ഷമയും ആസ്തേയവും എന്താണ്? തന്നിൽ അകാരണമായോ സകാരണമായോ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന ദുരിതത്തിന്, ഉപദ്രവത്തിന് പ്രതികാരം ചെയ്യാൻ
പ്രാപ്തി ഉണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യാതെ സഹിക്കുന്നു എന്നുള്ളതാണ് ക്ഷമ. അതായത് ശക്തനായ ഒരു മനുഷ്യൻ ശക്തിഹീനനോട് ക്ഷമിച്ചു എന്ന് പറയുന്നതാണ് ക്ഷമയ്ക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണം. ശക്തിഹീനൻ ശക്തനോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ആ ക്ഷമയ്ക്ക് യാതൊരർത്ഥവുമില്ല. അത് അധൈര്യം കൊണ്ട് വന്നിട്ടുള്ള കാര്യം മാത്രമാണ്. മറ്റുള്ളവരുടെ വസ്തുക്കളെ അപഹരിക്കുന്നതാണ് ചൗര്യം, അത് ചെയ്യാതിരിക്കുന്നതാണ് ആസ്തേയം. മനസാ വാചാ കർമ്മണ ഒരാളെയും ഒരു പ്രകാരത്തിലും വഞ്ചിക്കാതിരിക്കുന്നത് തന്നെ അസ്തേയം. ശരീരത്തിനും മനസ്സിനും മഹത്തായ ശുദ്ധിയെ നിലനിർത്തുന്നത് തന്നെ ശൗചം. അഴുക്കുകളും ചീത്തപ്രവൃത്തികളും ശരീരത്തിൻ്റെ ദുർവാസനകളും ദുർവികാരങ്ങളും മനസ്സിൻ്റെയും അശുദ്ധികളാണ്. ശൗച മനസ്സാന ഗന്ധലേപാദികൾ കൊണ്ട് ശരീരത്തിൻ്റെ അശുദ്ധിയെ നീക്കാം. ശ്രമം, തമസ് ഇവ കൊണ്ട് മനസ്സിൻ്റെയും അശുദ്ധിയെ നീക്കാം. രണ്ട് പ്രകാരത്തിലുള്ള ആചരണങ്ങളെ കൊണ്ട് ബാഹ്യാഭ്യന്തര ശുദ്ധിയെ നിലനിർത്തുന്നതായി തന്നെയാണ് ശൗചം. അധാർമികങ്ങളായ പ്രവൃത്തികളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിശേഷം നിവർത്തിപ്പിച്ച് സ്വധർമ്മങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളതാണ് നിഗ്രഹം. ലജ്ജ ധർമ്മലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു. എന്തു ചെയ്യാനും ലജ്ജയില്ലാത്ത മൂഢന്മാർ എപ്പോഴും ലോകത്തിൽ നിന്ദാർഹരാണ്. അവരെ എല്ലാവരെയും എപ്പോഴും നിന്ദിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ അകൃത്യങ്ങളെ ചെയ്യാനും കൃത്യങ്ങളെ ചെയ്യാതിരിക്കാനും ലജ്ജയുണ്ടാവണം. സ്വാമിയേ ശരണമയ്യപ്പ. വളരെ പ്രധാനപ്പെട്ട 1-2 അറിയിപ്പുകൾ തരികയാണ്. ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന പ്രിയങ്കരായ സ്വാമി ഭക്തർ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് അവരവരുടെ കെട്ടുകളിൽ 1 ഗ്രാം പോലും പ്ലാസ്റ്റിക് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതിന് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ആ സാധനങ്ങൾ മാത്രം അതേപടി കൊണ്ടുവരാതെ നമുക്ക് പ്ലാസ്റ്റിക് കൂടുകളിൽ തരുന്ന സാധനങ്ങൾ, ആ പ്ലാസ്റ്റിക് കൂടുകൾ അതാത് സ്ഥലങ്ങളിൽ തന്നെ കെട്ടുനിറയ്ക്കുന്നിടത്ത് തന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെയും വേണോ എന്ന് തോന്നുന്ന 2 കാര്യങ്ങൾ, ഒന്ന് പനിനീരാണ്, മറ്റൊന്ന് തേനാണ്. ഈ 2 കൂട്ടവും നമുക്ക് കെട്ടുനിറയ്ക്കുന്ന പന്തലിൽ തന്നെ ഉപയോഗമുണ്ട്. തേൻ തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാക്കുന്ന ത്രിമധുരത്തിൽ തേൻ ചേരേണ്ടതാണ്. തേൻ അതിൽ ഉപയോഗിക്കാം. പനിനീര് കളഭക്കട്ട ഉണ്ടാവും. ആ കളഭക്കട്ട അലിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ ഈ 2 കുപ്പികളും അതാത് സ്ഥലങ്ങളിൽ തന്നെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. ശബരിമലയ്ക്ക് കൊണ്ടുപോകാതിരിക്കാം. മൂന്നാമത്, അവരവരുടെ കെട്ടുകളോടൊപ്പം ഒരു സ്റ്റീൽ പ്ലേറ്റും ഒരു സ്റ്റീൽ ഗ്ലാസും കൂടി കരുതുക. മറ്റൊന്നിനും വേണ്ടിയല്ല. നമ്മൾ മുഖാന്തിരം പമ്പയിലാവട്ടെ സന്നിധാനത്താവട്ടെ പ്ലാസ്റ്റിക് കോട്ടഡായിട്ടുള്ള സാധനം പോലും നമ്മുടെ കൈകൊണ്ട് നശിപ്പിക്കാൻ തയ്യാറാക്കി കൊടുക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ പേപ്പർ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാതിരിക്കാനും പേപ്പർ ഗ്ലാസ്സിൽ ചായ കഴിക്കാതിരിക്കാനുമാണ് പ്ലാസ്റ്റിക്കിന് പകരം ഒരു സ്റ്റീൽ ഗ്ലാസും സ്റ്റീൽ തട്ടവും എടുക്കണം എന്ന് സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവർ അത് തീർച്ചയായിട്ടും ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയ്യപ്പ ഗീതയാണ്. ആ അയ്യപ്പ ഗീത എന്ന് പറയുന്നത് മാസ്മരികമായ ശക്തിവിശേഷം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലെ 9ാമത് അധ്യായത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 2-3 ദിവസം കൊണ്ട് നമുക്ക് 18 അധ്യായങ്ങളും പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഇതിനു മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇത്രയും സമയം എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നറുമലരുകളായി ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ബാക്കി നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കേൾക്കാം. ഏവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. കോ സ്പോൺസേഡ് ബൈ
വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.